റിസൾട്ട് 4 മണിക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ റിസൾട്ടിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കേൾക്കണേ. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം 4,24,583 പേര് പാസ്സായി എന്ന് പറയുന്നു. 99.5% ആളുകൾ. ഫുൾ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം 61,449 മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ. ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. 4,115 പേര് മലപ്പുറത്തും എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ ഫുൾ എ പ്ലസ് കിട്ടി. Kerala.result.nic.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് റിസൾട്ടും ഇപ്പോൾ കിട്ടും. റിസൾട്ട് കിട്ടുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ദിവസവും ഒക്കെ കടന്നങ്ങ് പോകും. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രം, ഫസ്റ്റ് സ്റ്റെപ്പാണ്, അത്രയും തന്നെ വിചാരിക്കുക. എനിക്ക് പേരൻസിനോടാണ് പറയാനുള്ളത്. പേരൻസിനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, മക്കളെ നിങ്ങളിത് കാണിക്കേണ്ട. ഇവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് റിസൾട്ടും വന്നോട്ടെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ചിലപ്പോൾ റിസൾട്ട് ആയിരിക്കില്ല, അതിനൊക്കെ കൂടുതലായിട്ട് എന്തായാലും അവരെ ഇന്നൊന്ന് ചേർത്ത് പിടിക്കണം, കെട്ടിപ്പിടിക്കണം. എനിക്കും കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാര്യം അവർ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ച് പ്രഷറൊക്കെ എടുത്തിട്ട് തന്നെയാണ് ആ എക്സാം എഴുതിയത്. ചിലർ അങ്ങനെ ആയിരിക്കത്തില്ല, അവർക്ക് കുറേ മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും ലൈഫിൽ. പക്ഷേ അതെല്ലാം തിരുത്താൻ ഇനിയും അവസരമുണ്ട്, മുമ്പോട്ട് പോകാൻ ഒരുപാട് അവസരം അവർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം, ഈ ദിവസം അവരുടെ കൂടെ കടന്നുകൊണ്ട് ദിവസമാണ്. അപ്പം നിങ്ങളും ഞാനും ഒക്കെ വേണ്ടി എന്ത് ചെയ്യുക, അവരെ ഒന്ന് ചേർത്തങ്ങ് പിടിച്ചിട്ട് അവരെന്ത് ചെയ്യുക, ഈ ദിവസം അവരുടെ കൂടെ നമ്മളുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഈ ദിവസം എന്ത് ചെയ്യണം, ഒന്ന് കടത്തി വിടണം. കൂടെയുള്ളവരൊക്കെ ചോദിക്കുക A+ ഉണ്ടോ, A ഉണ്ടോ, ഇതുണ്ടോ എന്നല്ല. അവന് പഠിച്ച മാർക്ക് അവന് കിട്ടിയിട്ടുണ്ട്. അവനിനി എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യുമ്പോൾ മുമ്പോട്ട് പോകും. അവന് ചേരേണ്ട സ്കൂൾ ചേർക്കാൻ വേണ്ടി നിങ്ങൾ അവരോടൊപ്പം നിൽക്കണം. ചിലപ്പോൾ അവന് വിചാരിച്ച സ്കൂളായിരിക്കത്തില്ല, വേറൊരു സ്കൂളായിരിക്കാം. അവിടെ ചിലപ്പം അവന് വേറെ സപ്പോർട്ട് വേണ്ടി വരും, ട്യൂഷൻ വേണ്ടി വരുമായിരിക്കും. അതിനെന്ത് ചെയ്യാൻ ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കണം. എന്തിനും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ടതാണ്. കാര്യം ലൈഫ് ലോങ് അവർ നിങ്ങളോടൊപ്പം വേണ്ടിയാണ്. ഈ ദിവസം മാത്രമൊന്നും അല്ലേ, ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം അവർ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു സങ്കടത്തിലൊക്കെ ഉള്ള ആളുകളുണ്ടാകാം. അവർക്ക് ആ സങ്കടത്തിൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇനി വരുന്ന സമയത്ത് നിങ്ങളോടൊപ്പം അവർ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിട്ട് തന്നെ കാണണം. കുറ്റപ്പെടുത്തരുത്, വഴക്ക് പറയരുത്, ഒന്നും ചെയ്യരുത്. കാര്യം അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു. കാര്യം ഇതൊരു കുറേ നാൾ മുമ്പത്തെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക, അവരോടൊപ്പം നിൽക്കുക. പിന്നെ വഴക്ക് പറയാതെ ഈ ദിവസം അവരെ കടത്തി വിടുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടി, ഞാൻ പറഞ്ഞു ഫുൾ A+ കിട്ടിയവരോടൊക്കെ എനിക്ക് പറയാനുള്ള, ഈ 61,000 പേരോടും പറയാനുള്ള, മക്കളെ ഈ മരത്തിലൊക്കെ ഇങ്ങനെ മാങ്ങ വരുമ്പോഴത്തേക്കുണ്ടെന്ന് അതിൻ്റെ ഇങ്ങനെ താഴേക്കേ വരിക അല്ലേ, ഒരിക്കലും മുകളിലേക്കല്ല പോകുന്നത്. വെയിറ്റ് കൂടുമ്പോൾ താഴേക്കാണ് വരുന്നത്. അതായത് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്ന സമയത്തേക്ക് നിങ്ങൾ അത്രത്തോളം വിനയത്തിലേക്ക്, എത്രയും നിങ്ങൾക്ക് ഡൗൺ ടു എർത്ത് ആകും അത്രയും ഡൗൺ ടു എർത്ത് ആകുക. ഒരിക്കലും അഹങ്കരിക്കരുത്, എനിക്കിത് കിട്ടി അത് കിട്ടി എന്നുള്ള അഹങ്കാരേ വേണ്ട. കാര്യം ഇത് ഒരു ചെറിയ സ്റ്റെപ്പ്, ഇനി ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം, ഏറ്റവും കാമായിട്ട്, നമ്മൾ ഓവർ എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അഹങ്കാരം വരും. ആ ഓവർ എക്സൈറ്റഡ് ഒന്നും ആവാതെ ഭയങ്കര കൂളായിട്ട് ഭയങ്കര സമാധാനത്തോടുകൂടി ഈ ദിവസം അങ്ങ് കടന്നു പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ, എൻ്റെ ടീം സൈലം ഉണ്ടാവും. +1ഉം +2ഉം നിങ്ങൾ എവിടെ എത്തണോ അവിടെ വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അച്ഛനമ്മമാരും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.